കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഭാഗ്യവതിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജന്മത്തിരുന്നാളിനായി നാം ഒരുങ്ങുന്ന ഈ സാഹചര്യത്തിൽ ആ അമ്മയുടെ ജീവിതത്തിലെ ഓരോരോ സവിശേഷതകളിലൂടെ നാം കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയെ ശുശ്രൂഷയുടെ അമ്മയായി നാം ഇന്ന് വിചിന്തനം ചെയ്യുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനം മനുഷ്യരാശിക്കിടയിൽ പ്രത്യാശയുടെ വെളിച്ചമായിരുന്നു. എന്നാൽ അവളുടെ ജീവിതത്തിന്റെ സൗന്ദര്യം അവൾ സ്വീകരിച്ചത് സേവനത്തിന്റെ ജീവിത രീതിയിലാണ്. പരിശുദ്ധ അമ്മയെ ശുശ്രൂഷയുടെ മാതാവായി, ശുശ്രൂഷയുടെ അമ്മയായി നാം ചിന്തിക്കുമ്പോൾ ഒന്നാമതായി നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണല്ലോ. എലിസബത്തിനെ സന്ദർശിക്കുവാനായി വേഗത്തിൽ മലഞ്ചെരുവുകളിലേക്ക് യാത്ര ചെയ്ത പരിശുദ്ധ അമ്മ അവൾ തിടുക്കത്തിൽ യാത്ര ചെയ്തു എന്ന വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുമ്പോൾ ആ തിടുക്കം അവളുടെ സേവന മനോഭാവത്തിന്റെ പ്രതിഫലനമാണ്. തന്റെ മഹത്വത്തേക്കാൾ മറ്റുള്ളവരുടെ ആവശ്യം മുൻഗണനയായി കാണുന്ന ഒരു മനോഭാവം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് സത്യമായ സന്തോഷം സേവനത്തിലൂടെ പങ്കിടുമ്പോഴാണ് പൂർണ്ണമാകുന്നത് എന്നാണ്. രണ്ടാമതായി, യേശുവിനെ സേവിച്ച് വളർത്തിയ ഒരു പരിശുദ്ധ അമ്മയെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏടുകളിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധനായവനെ വളർത്തുന്നതിലും സംരക്ഷിക്കുന്നതിലും ദൈവപുത്രനെ ഈ ലോകത്തിലേക്ക് അവതരിപ്പിക്കുന്നതിലും അവൾ ചെയ്ത സംഭാവന അതുല്യമാണ്. അവൾ നിശബ്ദയായി, ദൈവത്തിന്റെ ഭക്തിയോട് വിശ്വസ്തയായി, ഒരമ്മയായി, ദാസിയായി, വിശ്വാസിയായി, നിശബ്ദമായ ശുശ്രൂഷയുടെ പ്രതീകമായി നിലകൊണ്ടു. മൂന്നാമതായി, പരിശുദ്ധ അമ്മയെ സഭയുടെ ശുശ്രൂഷയുടെ മാതാവും കരുതലിന്റെ അമ്മയുമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ വിവരിക്കുന്നത് പോലെ കാനായിലെ വിവാഹ വിരുന്നിൽ മനുഷ്യരുടെ ആവശ്യം കണ്ടറിഞ്ഞ് സഹായിക്കുക വഴി പരിശുദ്ധ അമ്മ അവരുടെ ശുശ്രൂഷയുടെ മാതൃകയാവുകയായിരുന്നു. പന്തക്കുസ്ത ദിനത്തിൽ അപ്പസ്തലന്മാരോടൊപ്പം ആയിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അവരെ ഒരുക്കുക വഴി അവൾ സഭയുടെ പ്രാർത്ഥനയുടെ മാതാവും കരുതലിന്റെ അമ്മയുമായി മാറി. അതിനാൽ അവൾ സഭയെ വളർത്തുന്ന കരുതലിന്റെ മാതാവും ശുശ്രൂഷയും കൂടിയാണ് എന്ന് നമുക്ക് പറയുവാനായി സാധിക്കും. പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുവാനായി നാം ഒരുങ്ങുന്ന ഈ സാഹചര്യത്തിൽ ആ അമ്മയെ പോലെ മറ്റുള്ളവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുവാൻ, സ്വാർത്ഥതകളിൽ നമ്മളെ തന്നെ പൂർണ്ണമായി മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യുവാൻ, നന്മ ചെയ്യുന്നതിൽ തിരക്കുമുള്ളവരാകുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് പോലെ അവൻ പറയുന്നത് ചെയ്യുവാൻ, അങ്ങനെ നമ്മുടെ ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കുവാൻ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ കാലയളവ് നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷ ദൈവസേനയുടെ ജീവിതവ്യാഖ്യാനമാണെന്ന കാര്യം നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിൽ, സമൂഹത്തിൽ, കുടുംബത്തിൽ സ്വാർത്ഥത കൈവിടുന്ന നമ്മുടെ സ്നേഹ ശുശ്രൂഷകളിലൂടെ ക്രിസ്തുവിനെ സാക്ഷീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ ജനനം ലോകത്തിന് പ്രത്യാശയോട് തെളിച്ചു പറഞ്ഞതുപോലെ നമ്മുടെ സ്നേഹ ശുശ്രൂഷകൾ ഈ ലോകത്തിന് നന്മയുടെ പ്രകാശം പകരുകയാകട്ടെ. അതിനായി പരിശുദ്ധയുടെ മാധ്യസ്ഥതയുടെ നമുക്ക് ഓരോരുത്തരും പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മാതാവും മധ്യസ്ഥയുമായ പരിശുദ്ധ കന്യകാമറിയമേ, അമ്മയെപ്പോലെ ശുശ്രൂഷ മനോഭാവത്തിലും സേവന ചൈതന്യത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അതുവഴി ഞങ്ങളുടെ കുടുംബങ്ങളിൽ, സമൂഹത്തിൽ, സഭയിൽ സ്നേഹ ശുശ്രൂഷകൾ